അസ്സലാമു അലൈക്കും. ജാബിറും രാഹുലും ടൂറ് പോയ കഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത്. ഊട്ടിയിലെത്തിയ ജാബിറും രാഹുലും കൂട്ടുകാരും ഉച്ചഭക്ഷണം കഴിച്ചു. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അവർ ബാക്കിയുള്ള ഭക്ഷണം തൊട്ടടുത്തുള്ള ഒരു ഷജറത്തിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു കിർദിന്, കുരങ്ങൻ കുട്ടിക്ക് കൊടുക്കുവാൻ വേണ്ടി അവർ ചെന്നു. അവർ കിർദിന് ഭക്ഷണം കൊടുത്തെങ്കിലും ആ കിർദ് ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല. ജാബിർ രാഹുലും കിർദിനോട് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കാരണമന്വേഷിച്ചു. അപ്പോൾ ആ കിർദ്, ചെറിയ കുരങ്ങൻ, അവൻ്റെ കഥ പറഞ്ഞു. കൂട്ടുകാരെ, എന്താണ് കിർദ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് വായിക്കാം. അന വഹീദ്, അന വഹീദ്, ഞാൻ ഒറ്റക്കാണ്. കിർദ് ജാബിറിനോടും രാഹുലിനോടും പറയുകയാണ്, അന വഹീദ്, ഞാൻ ഒറ്റക്കാണ്. അഹിബ്ബായി കുന്തു മഅ ഉമ്മി ബിൽ ഫറഹി വസ്സുറൂറി മസ്കനി തിൽക ഷജറ വകുല്ല യൗമിൻ നജ്ലിസു ഹുനാ ലിമുസാഹബത്തിൻ നാസി. എന്താണ് കുട്ടിക്കുരങ്ങൻ പറഞ്ഞത്? നമുക്കൊന്ന് നോക്കാം. അഹിബ്ബായി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അഹിബ്ബായി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. കുന്തു മഅ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെയായിരുന്നു. ബിൽ ഫറഹി വസ്സുറൂറി, ഫറഹ് എന്ന് പറഞ്ഞാൽ സന്തോഷം, സുറൂറ് എന്ന് പറഞ്ഞാലും സന്തോഷം. ബിൽ ഫറഹി വസ്സുറൂറി, സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെയായിരുന്നു. മസ്കനി തിൽക ഷജറ, മസ്കൻ എന്ന് പറഞ്ഞാൽ വീട്, താമസിക്കുന്ന സ്ഥലത്തിനെയാണ് മസ്കൻ എന്ന് പറയുക. അതാണ് നമ്മളുടെ വീട് എന്ന് കൊടുത്തത്. മസ്കനി, എൻ്റെ വീട്. തിൽക ഷജറ, ആ മരമായിരുന്നു എൻ്റെ വീട്. വകുല്ല യൗമിൻ, എല്ലാ ദിവസവും. നജ്ലിസു ഹുനാ, ഞങ്ങൾ ഇവിടെ ഇരിക്കാറുണ്ട്. ഞാനും എൻ്റെ ഉമ്മയുമൊക്കെ എല്ലാ ദിവസവും ഇവിടെ ഇരിക്കാറുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയാമോ? ലി മുസാഹബത്തിൻ നാസി, മുസാഹബത്ത് സൗഹൃദം, അന്നാസ് ജനങ്ങൾ, ഇവിടെ വരുന്ന ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാനും എൻ്റെ ഉമ്മയും എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കാറുണ്ട്. വഹും യർമൂന ഇലൈന ത്വആമഹും അൽ ബാഖി. വഹും, അവർ, ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഓരോരുത്തരും, യർമൂന, എറിയുന്നു, അവർ എറിഞ്ഞു തരാറുണ്ട്. ഇലൈന, ഞങ്ങൾക്ക്. വഹും യർമൂന ഇലൈന, ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകളും ഞങ്ങൾക്ക് എറിഞ്ഞു തരാറുണ്ട്. ത്വആമഹും അൽ ബാഖി, ത്വആം നമ്മൾ നേരത്തെ പഠിച്ച ഒരു വാക്കാണ്. ത്വആമുൻ, ഭക്ഷണം. ത്വആമഹും, അവരുടെ ഭക്ഷണം. അൽ ബാഖി, ബാക്കി. നമ്മൾ സാധാരണ പറയുന്ന ബാക്കി തന്നെയാണ് ഇത്. ബാക്കിയാകുന്ന അവരുടെ ഭക്ഷണം അവർ ഞങ്ങൾക്ക് എറിഞ്ഞു തരാറുമുണ്ട്. യൗമൻ വജദത്ത് ഉമ്മി ഗുൽബത്തൻ
ജമീലത്തൻ യൗമൻ ഒരു ദിവസം വജദത്ത് ഉമ്മി വജദ കണ്ടു വജദത്ത് ഉമ്മി എൻ്റെ ഉമ്മ കണ്ടു ഉൽബത്തൻ ഒരു പെട്ടി കണ്ടു ജമീലത്തൻ ഭംഗിയുള്ള ഉൽബത്തൻ ജമീലത്തൻ ഭംഗിയുള്ള ഒരു പെട്ടി ഒരു ബോക്സ് എൻ്റെ ഉമ്മ കണ്ടു യൗമൻ ഒരു ദിവസം വജദത്ത് ഉമ്മീൻ എൻ്റെ ഉമ്മ കണ്ടു ഉൽബത്തൻ ജമീലത്തൻ ഭംഗിയുള്ള ഒരു പെട്ടി കണ്ടു ഫീഹാ ത്വആമുൽ ഖുർദതി ഫീഹാ ത്വആമുൽ ഖുർദതി ഫീഹാ അതിൽ അഥവാ ആ പെട്ടിയിൽ ഉണ്ടായിരുന്നു ഫീ ഉൽബത്തിൻ ജമീലത്തിൻ എന്നർത്ഥം ഫീഹാ ഫീ ഉൽബത്തിൻ ജമീലത്തിൻ ആ പെട്ടിയിലുണ്ടായിരുന്നു ത്വആമുൽ ഖുർദതി ത്വആമുൽ ഖുർദതി കൂട്ടുകാരെ അതൊരു ഒറ്റ വാക്കാണ് ത്വആമുൽ ഖുർദതി ജങ്ക് ഫുഡ് എന്നാണ് പറയാറുള്ളത് എന്ന് പറഞ്ഞാൽ ഗുണനിലവാരം കുറഞ്ഞ ഭക്ഷണം എന്ന് പറയാം അതല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയതായ ഭക്ഷണം കേടായതിനു ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി നമ്മൾ കളയുന്ന അതിനെയും ജങ്ക് ഫുഡ് അഥവാ ത്വആമുൽ ഖുർദ എന്ന് പറയും. അപ്പോൾ ഈ ഭംഗിയുള്ള പെട്ടിയിൽ ആളുകൾ ജങ്ക് ഒഴിവാക്കിയതായ ഭക്ഷണങ്ങൾ മുഴുവൻ കൂട്ടിക്കലർത്തി ഈ ഭംഗിയുള്ള പെട്ടിയിൽ വച്ചിരുന്നു എന്നതാണ്. ഫീഹ ആ പെട്ടിയിലുണ്ടായിരുന്നു ത്വആമുൽ ഖുർദതി ജങ്ക് ഫുഡ് ഗുണനിലവാരം കുറഞ്ഞ എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഭക്ഷണം കൂട്ടിക്കലർത്തി ഈ പെട്ടിയിൽ വച്ചിരുന്നു. അകലത്ത് ഉമ്മി മിൻഹാ ഖലീലൻ അകലത്ത് ഉമ്മി എൻ്റെ ഉമ്മ കഴിച്ചു മിൻഹാ മിൻ ത്വആമിൽ ഖുർദ മിൻഹാ മിൻ ത്വആമിൽ ഖുർദ ആ ത്വആമുൽ ഖുർദയിൽ നിന്ന് ഉൽബയിലുണ്ടായിരുന്ന ത്വആമുൽ ഖുർദയിൽ നിന്ന് എൻ്റെ ഉമ്മ കഴിച്ചു ഖലീലൻ കുറച്ചു മാത്രം കഴിച്ചു. അകലത്ത് ഉമ്മി എൻ്റെ ഉമ്മ കഴിച്ചു മിൻഹാ മിൻ ത്വആമിൽ ഖുർദതി ആ ജങ്ക് ഫുഡിൽ നിന്ന് കഴിച്ചു ഖലീലൻ കുറച്ചു മാത്രം കഴിച്ചു. എന്നിട്ട് എന്തു സംഭവിച്ചു? ഫസ്വാറ ബത്നുഹാ ഖറാബൻ ഫസ്വാറ ബത്നുഹാ ഖറാബൻ ബത്നുൻ വയർ ഫസ്വാറ ബത്നുഹാ ഫസ്വാറ ബത്നു ഉമ്മി എൻ്റെ ഉമ്മയുടെ വയർ ആയിത്തീർന്നു. ബത്നുൻ വയർ ബത്നുഹാ അവരുടെ വയർ ഫസ്വാറ ബത്നുഹാ ഇവിടെ ഹ എന്ന് പറഞ്ഞത് അവൻ്റെ ഉമ്മയെക്കുറിച്ചാണ്. എൻ്റെ ഉമ്മയുടെ വയർ ആയിത്തീർന്നു ഖറാബൻ ചീത്തയായിത്തീർന്നു. ഉമ്മാക്ക് വയറുവേദനയും വയറിന് മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഫസ്വാറ ബത്നുഹാ ഖറാബൻ അവരുടെ വയറ് ചീത്തയായിത്തീർന്നു. ഖബ്ല ഉസ്ബൂഇൻ ഉമ്മി ഫാറഖത്നി ഫസിർതു വഹീദാൻ ഖബ്ല ഉസ്ബൂഇൻ ഖബ്ല ഉസ്ബൂഇൻ ഉസ്ബൂഅ് ആഴ്ച ഖബ്ല ഉസ്ബൂഇൻ ഒരു ആഴ്ച മുമ്പ് ഖബ്ല ഉസ്ബൂഇൻ ഒരു ആഴ്ച മുമ്പ് ഉമ്മി എൻ്റെ ഉമ്മ ഫാറഖത്നി എന്നെ വിട്ടുപിരിഞ്ഞു. ഫാറഖ വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നർത്ഥം. മാത്ത എന്നൊക്കെ പറയും. ഫാറഖത്നി എൻ്റെ ഉമ്മ എന്നെ വിട്ടുപിരിഞ്ഞു. ഫസിർതു വഹീദൻ ഫസിർതു വഹീദൻ അങ്ങനെ ഞാൻ ഒറ്റക്ക് ആയിത്തീർന്നു. കൂട്ടുകാരെ കുട്ടിക്കുരങ്ങൻ
ദുഃഖിച്ചിരിക്കുന്നതിൻ്റെ, അതല്ലെങ്കിൽ രാഹുലും കൂട്ടുകാരും ത്വആമുൽ ഹുർദ കൊടുത്തപ്പോൾ കഴിക്കാതിരുന്നതിൻ്റെ കാരണമാണ് കുട്ടിക്കുരങ്ങൻ അവരോട് പറഞ്ഞത്.